ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ടൊയോട്ടയും ടെസ്ലയെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒരു ചൈനീസ് ഫോൺ ബാറ്ററി കമ്പനി. ഇന്ന് ലോകത്തെ ഓരോ 5 ഇലക്ട്രിക് കാറുകളിൽ ഒന്ന് നിർമ്മിക്കുന്നത് ഈ ഒരൊറ്റ ബ്രാൻഡാണ്. നോക്കൂ, ഇലക്ട്രിക് കാറുകളുടെ യുഗം ആരംഭിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇലോൺ മസ്കിന്റെ ടെസ്ലയോ അല്ലെങ്കിൽ ജർമ്മൻ ഭീമന്മാരായ ബെൻസോ BMW ആയിരിക്കും ഈ വിപ്ലവം ഭരിക്കുക എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? 2025-26 ആഗോള ഇലക്ട്രിക് വാഹന വിപണിയിൽ ടെസ്ലയെ പോലും പിന്നിലാക്കി BYD അഥവാ ബിൽഡ് യുവർ ഡ്രീംസ് ഒന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞു. പക്ഷേ ഇത് വെറും ഒരു കച്ചവടത്തിന്റെ കണക്ക് മാത്രമല്ല. മൊബൈൽ ഫോൺ ബാറ്ററി ഉണ്ടാക്കി തുടങ്ങിയ ഒരു സാധാരണ കമ്പനി ലോകത്തിലെ മുഴുവൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് നിലംപരിശാക്കിയത്? വെസ്റ്റേൺ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് BYD കാറുകൾക്ക് മേൽ 100% വരെ നികുതിയും ഉപരോധങ്ങളും ഏർപ്പെടുത്താൻ നിർബന്ധിതരായത്? ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ 20 വർഷങ്ങൾക്ക് മുൻപ് ഷെങ്ഷനിലെ ഒരു ചെറിയ ലാബിൽ വെച്ച് BYD സ്ഥാപകൻ വാങ് ചൈൻഫു എടുത്ത ഒരു നിസ്സാരമായ എഞ്ചിനീയറിംഗ് തീരുമാനമാണ് ഇന്ന് ലോകത്തിലെ മുഴുവൻ EV ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസിഷൻ കാലഘട്ടത്തിലാണ്. 100 വർഷത്തിലേറെയായി ലോകം ഭരിച്ച ICE അഥവാ പെട്രോൾ ഡീസൽ കാറുകളിൽ നിന്ന് ഇലക്ട്രിക് കാറുകളിലേക്കുള്ള മാറ്റം. ഇന്ന് ആഗോളതലത്തിൽ പ്രതിവർഷം 20 മില്യണിലധികം ഇലക്ട്രിക് കാറുകളാണ് വിറ്റഴിക്കപ്പെടുന്നത്. അതായത് ലോകത്ത് വിൽക്കുന്ന മൊത്തം പുതിയ കാറുകളിൽ 1/4 പ്ലഗ് ഇൻ വാഹനങ്ങളാണ്. സത്യത്തിൽ EV വിപ്ലവം നമ്മൾ വിചാരിച്ചത്ര വിജയകരമാണോ? മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ EV ഷട്ട് ഡൌൺ അഥവാ ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന മന്ദഗതിയിലാകുന്നു എന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. റേഞ്ച് ആങ്സൈറ്റി, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവ്, കാറുകളുടെ ഉയർന്ന വില, സെക്കൻഡ് ഹാൻഡ് വാല്യൂവിലുള്ള ഇടിവ്, ഇതെല്ലാം ആളുകളെ വീണ്ടും ഹൈബ്രിഡുകളിലേക്ക് പെട്രോൾ കാറുകളിലേക്കും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ മറുവശത്ത് ചൈനയിൽ, ലാറ്റിൻ അമേരിക്കയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും കഥ തികച്ചും വ്യത്യസ്തമാണ്. അവിടെ EV വിപ്ലവം മന്ദഗതിയിലാകുകയല്ല, മറിച്ച് മുമ്പെങ്ങുമില്ലാത്ത വിധം ആളിക്കത്തുകയാണ്. ഈ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾക്ക് നടുവിലാണ് BYD എന്ന ഭീമൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. EV ലോകത്ത് രണ്ട് വ്യത്യസ്ത ഫിലോസഫികളാണുള്ളത്. ഒന്ന് ടെസ്ലയുടേത്, അതായത് ഉയർന്ന സാങ്കേതിക വിദ്യ, പ്രീമിയം ബ്രാൻഡിംഗ്, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. ടെസ്ല തങ്ങളുടെ കുറച്ച് കാർ മോഡലുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വലിയ ലാഭം കൊയ്യുന്നു. മറുവശത്ത് BYD ചെയ്യുന്നത് ടൊയോട്ടയുടെയോ ജനറൽ മോട്ടോഴ്സിന്റെയോ മാതൃകയാണ്. 10 ലക്ഷം രൂപയുടെ ചെറിയ സിറ്റി കാറുകൾ മുതൽ 1 കോടിക്ക് മുകളിലുള്ള സൂപ്പർ ആഡംബര SUV കാറുകൾ വരെ. പക്ഷേ എങ്ങനെയാണ് ഈ ചൈനീസ് കമ്പനിക്ക് ഇത്രയും കുറഞ്ഞ വിലയിൽ ടെസ്ലയേക്കാൾ സുരക്ഷിതമെന്ന് അവകാശപ്പെടുന്ന ബാറ്ററികളോടെ കാറുകൾ ഇറക്കാൻ സാധിക്കുന്നത്? ഒരു സാധാരണ ബാറ്ററി കമ്പനിയിൽ നിന്ന് ഓട്ടോമോട്ടീവ് ലോകത്തെ സിംഹാസനം വരെ BYD എങ്ങനെ എത്തിപ്പെട്ടു? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 30 വർഷം പുറകോട്ട് പോകണം. 1995-ൽ 20 ജീവനക്കാരുമായി തുടങ്ങി ആരും അറിയാത്ത ഒരു കൊച്ചു കമ്പനിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. 1990കളുടെ മധ്യത്തിൽ ലോകത്തിലെ ഇലക്ട്രോണിക്സ് വിപണി ഭരിച്ചിരുന്നത് ജപ്പാൻ ആയിരുന്നു. നോക്കിയയുടെയും മോട്ടോറോളയുടെയും ഫോണുകൾക്ക് ആവശ്യമായ ലിഥിയം അയൺ ബാറ്ററികൾ നിർമ്മിച്ചിരുന്നത് സോണിയും സാനിയോയും പോലുള്ള പ്രബലരായ ജാപ്പനീസ് ഭീമന്മാരായിരുന്നു. കാരണം ഒരു ബാറ്ററിയുടെ ഫാക്ടറി തുടങ്ങണമെങ്കിൽ ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള ഓട്ടോമേറ്റഡ് റോബോട്ടുകൾ ആവശ്യമായിരുന്നു. എന്നാൽ 1995-ൽ ചൈനയിലെ ഷെങ്ഷൻ നഗരത്തിൽ വാങ് ചൈൻഫു എന്ന യുവ കെമിസ്ട്രി പ്രൊഫസർ തികച്ചും വിപ്ലവകരമായ ഒരു കാര്യം ചെയ്തു. വലിയ റോബോട്ടുകൾ വാങ്ങാൻ അദ്ദേഹത്തിന്റെ പക്കൽ പണമില്ലായിരുന്നു. അദ്ദേഹം കോടികളുടെ റോബോട്ടുകൾക്ക് പകരം മനുഷ്യരെ ഉപയോഗിച്ചു. അതായത് ഓരോ ഘട്ടവും വളരെ കൃത്യതയോടെ ചെയ്യാവുന്ന ഹ്യൂമൻ അസംബ്ലി ലൈനുകൾ അദ്ദേഹം ഡിസൈൻ ചെയ്തു. റോബോട്ടുകൾ ചെയ്യുന്ന അതേ കൃത്യതയോടെ കുറഞ്ഞ ചെലവിൽ ബാറ്ററികൾ ഉണ്ടാക്കാൻ ഇത് സഹായിച്ചു. അങ്ങനെയാണ് ബിൽഡ് യുവർ ഡ്രീംസ് അല്ലെങ്കിൽ BYD പിറവിയെടുക്കുന്നത്. 2000 ആയപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ബാറ്ററി വിതരണക്കാരായി BYD മാറി. നമ്മൾ ഉപയോഗിച്ചിരുന്ന പഴയ നോക്കിയ, മോട്ടോറോള ഫോണുകളിൽ ഒരു ഭാഗത്തിലും പ്രവർത്തിച്ചിരുന്നത് BYD ഉണ്ടാക്കിയ ബാറ്ററികളായിരുന്നു. എന്നാൽ 2003-ൽ വാങ് ചൈൻഫു ഒരു പ്രഖ്യാപനം നടത്തി. അത് കേട്ട് ഹോങ്കോങ് ഓഹരി വിപണി ഞെട്ടിത്തെറിച്ചു. കമ്പനിയുടെ ഷെയറുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് 30% ഇടിഞ്ഞു. നിക്ഷേപകർ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. എന്തായിരുന്നു ആ പ്രഖ്യാപനം? ഒരു കാറ് പോലും നിർമ്മിച്ച പരിചയമില്ലാത്ത BYD കിൻചുവാൻ എന്ന തകർച്ചയുടെ വക്കിലായിരുന്ന ഒരു ചെറിയ സർക്കാർ കാർ കമ്പനിയെ വിലയ്ക്ക് വാങ്ങി കാർ നിർമ്മാണത്തിലേക്ക് കടക്കാൻ പോകുന്നു. എല്ലാവരും ചോദിച്ചു, ബാറ്ററി ഉണ്ടാക്കുന്നതിനൊക്കെ കാർ ഉണ്ടാക്കാൻ ആരാണ് പഠിപ്പിച്ചത്? പെട്ടെന്ന് ഇലക്ട്രിക് കാറുകളിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് BYDക്ക് അറിയാമായിരുന്നു. ആദ്യത്തെ കുറച്ചു വർഷങ്ങളിൽ അവർ ടൊയോട്ട കൊറോള ഡിസൈൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് BYD F3 എന്ന പെട്രോൾ കാർ നിർമ്മിച്ചു. ടൊയോട്ട കാറിന്റെ പകുതി വിലയ്ക്ക് ഇത് വിറ്റഴിച്ചതോടെ ചൈനയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി BYD F3 മാറി. ആ പണം മുഴുവൻ
മുഴുവൻ അവർ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയാമോ? വരാനിരിക്കുന്ന ഇലക്ട്രിക് വിപ്ലവത്തിന്റെ R&Dക്കായി. 2008 ലോകം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ചരിത്രപരമായ സംഭവം നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരായ വാറൻ ബഫറ്റിന്റെ ബെർക്ക്ഷയർ ഹാത്വേ ഈ കൊച്ചു ചൈനീസ് കാർ കമ്പനിയുടെ 10% ഓഹരികൾ വാങ്ങാൻ $230 മില്യൺ നിക്ഷേപിക്കുന്നു. ബഫറ്റിന്റെ പങ്കാളിയായ ചാർലി മങ്കർ അന്ന് വാങ് ചൈൻഫുവിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന്, തോമസ് എഡിസന്റെയും ഹെൻറി ഫോർഡിന്റെയും കോമ്പിനേഷൻ. അതേ വർഷം തന്നെ ലോകത്തിലെ ആദ്യത്തെ മാസ് പ്രൊഡക്ഷൻ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറായ BYD F3DM അവർ വിപണിയിലെത്തിച്ചു. പാശ്ചാത്യ ഓട്ടോമോട്ടീവ് ഭീമന്മാർ പെട്രോൾ എഞ്ചിനുകളുടെ ശക്തി കൂട്ടാൻ മത്സരിച്ചപ്പോൾ BYD അവരുടെ ഇലക്ട്രിക് സ്വപ്നത്തിന്റെ ആദ്യ അടിത്തറ അവിടെ പാകിക്കഴിഞ്ഞിരുന്നു. എന്നാൽ വിജയം അത്ര എളുപ്പമായിരുന്നില്ല. 2010 മുതൽ 2019 വരെയുള്ള കാലഘട്ടം BYDയെ സംബന്ധിച്ച് ഒരു വലിയ പരീക്ഷണമായിരുന്നു. കാറുകളുടെ ക്വാളിറ്റി കുറവാണെന്ന ആരോപണം, വിൽപ്പനയിലെ കടുത്ത ഇടിവ്, ടെസ്ലയുടെ ചൈനയിലേക്കുള്ള വരവ് BYD നാശത്തിന്റെ വക്കിലേക്ക് തള്ളപ്പെടുകയാണോ എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങൾ. 2010 മുതൽ 2018 വരെയുള്ള കാലഘട്ടം ആഗോള ഓട്ടോമൊബൈൽ ചരിത്രത്തിൽ വാലി ഓഫ് ഡെത്ത് അല്ലെങ്കിൽ മരണത്തിന്റെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ സമയത്ത് ലോകത്തിറങ്ങിയ ഭൂരിഭാഗം ഇലക്ട്രിക് കാറുകളും കടുത്ത പരാജയമായിരുന്നു. റേഞ്ച് വളരെ കുറവ്, ചാർജ് ചെയ്യാൻ മണിക്കൂറുകൾ വേണം, ബാറ്ററിയുടെ ആയുസ് 2 വർഷം കൊണ്ട് അവസാനിക്കുന്നു. BYD നിർമ്മിച്ച ആദ്യകാല EV കാറുകളും ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. ക്വാളിറ്റി കുറവാണെന്ന പരാതികൾ, റോഡിൽ വെച്ച് ഓഫായി പോകുന്ന ബാറ്ററികൾ, ഇത് കാരണം BYDയുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. 2009 മുതൽ ചൈനീസ് സർക്കാർ ഇലക്ട്രിക് വാഹന മേഖലയിലേക്ക് അക്ഷരാർത്ഥത്തിൽ പണം ഒഴുക്കാൻ തുടങ്ങി. ഒരു പൗരൻ ഇലക്ട്രിക് കാർ വാങ്ങിയാൽ വിലയുടെ 40% വരെ സർക്കാരുകളുടെ സബ്സിഡിയായി നൽകി. 2016 ചൈന സർക്കാർ ബാറ്ററി വൈറ്റ് ലിസ്റ്റ് എന്നൊരു പുതിയ നിയമം കൊണ്ടുവന്നു. ചൈനയിൽ വിൽക്കുന്ന EV കാറുകൾക്ക് സർക്കാർ സബ്സിഡി ലഭിക്കണമെങ്കിൽ ആ കാറുകളിൽ ചൈനീസ് കമ്പനികൾ ഉണ്ടാക്കിയ ബാറ്ററികൾ തന്നെ ഉപയോഗിക്കണം. ഇതോടെ ജപ്പാനിലെ സോണിയും കൊറിയയിലെ LGയും ചൈനീസ് വിപണിയിൽ നിന്ന് പുറത്തായി. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത് BYDക്കാണ്. മറ്റ് കാർ കമ്പനികൾ എഞ്ചിൻ ഒരിടത്തു നിന്നും ബാറ്ററി മറ്റൊരിടത്തു നിന്നും വാങ്ങിയപ്പോൾ BYD തികച്ചും വ്യത്യസ്തമായ കാറിലെ ചിപ്പുകൾ, മോട്ടോറുകൾ, ബാറ്ററികൾ, ലൈറ്റുകൾ, എന്തിനേറെ കാറിന്റെ സീറ്റ് വരെ അവർ സ്വന്തം ഫാക്ടറികൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇത് അവരുടെ ഉൽപാദന ചെലവ് ലോകത്തിലെ മറ്റേതൊരു കമ്പനിയെക്കാളും താഴേക്ക് എത്തിച്ചു. പക്ഷെ കാര്യങ്ങൾ വീണ്ടും തലകീഴായി മറിഞ്ഞു. 2019 ചൈനീസ് സർക്കാർ ഒരു തീരുമാനമെടുത്തു. ഇനി സൗജന്യ സബ്സിഡി നൽകില്ല. സബ്സിഡി തുക പകുതിയായി വെട്ടിക്കുറച്ചു. സബ്സിഡിയെ മാത്രം വിശ്വസിച്ച് ജീവിച്ചിരുന്ന നൂറുകണക്കിന് വ്യാജ ചൈനീസ് EV കമ്പനികൾ ഒരൊറ്റ രാത്രി കൊണ്ട് പൂട്ടിപ്പോയി. BYDയുടെ ലാഭം 85% ഒരൊറ്റ വർഷം കൊണ്ട് ഇടിഞ്ഞത്. കമ്പനി വീണ്ടും തകർച്ചയുടെ വക്കിലെത്തി. 2020 മാർച്ച് ലോകം കോവിഡ് ലോക്ക്ഡൌണിലേക്ക് വീഴുന്ന അതേ സമയത്ത് ഇലക്ട്രിക് വാഹന ലോകത്ത് ഒരു വലിയ മാറ്റത്തിന് തിരികൊളുത്തപ്പെടുകയായിരുന്നു. ആ സമയത്ത് എല്ലാ കാർ കമ്പനികളും നേരിട്ടിരുന്ന 2 പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാറുകളുടെ ഉയർന്ന തീപിടുത്ത സാധ്യതയും ലിഥിയം അയൺ ബാറ്ററികളുടെ ഭീമമായ നിർമ്മാണ ചെലവും. അന്ന് EV വിപണി ഭരിച്ചിരുന്നത് NMC ബാറ്ററികളായിരുന്നു. ഇവയ്ക്ക് കൂടുതൽ ദൂരം ഓടാനുള്ള ശേഷിയുണ്ടെങ്കിലും ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പോലും ഇത് പെട്ടെന്ന് തന്നെ തീ കത്തിപ്പിടിക്കുമായിരുന്നു. ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിന് പരിഹാരം കാണാൻ പാടുപെടുമ്പോൾ BYD പഴയ ഒരു സാങ്കേതിക വിദ്യയെ പൊടി തട്ടിയെടുക്കാൻ തീരുമാനിച്ചു. LFP ബാറ്ററികൾക്ക് തീ പിടിക്കില്ല, വില കുറവാണ്, ആയുസ് കൂടുതലാണ്. പക്ഷേ അതിനൊരു വലിയ പോരായ്മ ഉണ്ടായിരുന്നു. ഭാരം കൂടുതലും റേഞ്ച് വളരെ കുറവും. എന്നാൽ BYD അതിനൊരു വിപ്ലവകരമായ പരിഹാരം കണ്ടെത്തി. സാധാരണ ബാറ്ററികളിൽ ചെറിയ സെല്ലുകൾ, വയറുകളും പ്ലാസ്റ്റിക് ബോക്സുകൾ ഉപയോഗിച്ച് കൂട്ടിവെക്കുമ്പോൾ 50% സ്ഥലവും വെറുതെ നഷ്ടപ്പെടും. എന്നാൽ BYD ചെയ്തത് എന്തെന്നാൽ ബാറ്ററികളെ നേർത്ത വാളുകൾ പോലെ രൂപകൽപ്പന ചെയ്തു. അവർ ആ ബാറ്ററികളെ നേരിട്ട് കാറിന്റെ ചേസിസിലേക്ക് ഉറപ്പിച്ചു. ഇതിനെയാണ് സെൽ ടു പാക്ക് സാങ്കേതിക വിദ്യ എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നോ, ബാറ്ററി പാക്കിലെ സ്ഥലക്ഷമത 50% വർദ്ധിച്ചു. കുറഞ്ഞ ചെലവുള്ള LFP ബാറ്ററി ഉപയോഗിച്ച് തന്നെ പ്രീമിയം കാറുകൾക്ക് തുല്യമായ 600-ലധികം കിലോമീറ്ററുകൾ റേഞ്ച് നൽകാൻ BYDക്ക് കഴിഞ്ഞു. പക്ഷേ EV ലോകത്തെ അമ്പരിപ്പിച്ചത് BYD നടത്തിയ ആ പ്രശസ്തമായ നെയിൽ പെനിട്രേഷൻ ടെസ്റ്റ് ആയിരുന്നു. കാർ അപകടങ്ങളിൽ ബാറ്ററിക്കുള്ളിൽ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് കൃത്രിമമായി ഉണ്ടാക്കാൻ ഒരു സ്റ്റീൽ ആണി ഉയർന്ന വേഗതയിൽ ബാറ്ററികളിലേക്ക് അടിച്ചു കയറ്റുന്ന കഠിനമായ പരീക്ഷണം. സാധാരണ NMC ബാറ്ററിയിലേക്ക് ആണി കയറിയ നിമിഷം അത് 500 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടായി വൻ സ്ഫോടനത്തോടെ കത്തിച്ചാമ്പലായി. എന്നാൽ തൊട്ടപ്പുറത്ത് BYDയുടെ
ബ്ലേഡ് ബാറ്ററി നോക്കൂ, അതിൽ നിന്ന് പുക പോലും വന്നില്ല. അതിന്റെ ഉപരിതല ടെമ്പറേച്ചർ കേവലം 30 മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരുന്നു. സേഫ്റ്റിയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്ററി സാങ്കേതിക വിദ്യ തങ്ങളുടേതാണെന്ന് BYD അവിടെ തെളിയിച്ചു. ഈ ഒരൊറ്റ കണ്ടുപിടുത്തത്തോടെ BYD എന്ന കമ്പനിയുടെ ഗതി തിരിഞ്ഞു. ഇന്നുവരെ ചൈനീസ് കാറുകളെ പുച്ഛിച്ചു തള്ളിയ പാശ്ചാത്യ രാജ്യങ്ങൾ ഞെട്ടി. കാരണം വിപണിയിലെ മറ്റ് ഏത് ബാറ്ററിയേക്കാളും 30% കുറഞ്ഞ ചെലവിൽ കൂടുതൽ സുരക്ഷിതമായ ബാറ്ററികൾ ഉണ്ടാക്കാൻ BYDക്ക് സാധിച്ചു. ഇതിന്റെ ഫലം എന്തായിരുന്നു എന്നറിയാമോ? ജർമ്മനിയിലെ ടെസ്ലയുടെ ഗിഗാ ഫാക്ടറിയിൽ ഉൽപ്പാദിക്കുന്ന ടെസ്ല മോഡൽ Y കാറുകൾക്കായി ഇലോൺ മസ്കിന് പോലും BYDയോട് ബ്ലേഡ് ബാറ്ററി വാങ്ങേണ്ടി വന്നു. BYD എന്ന കമ്പനി നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്തെന്നാൽ, ഭാവിയിലെ സാങ്കേതിക വിദ്യ എന്നത് വിപണിയിൽ വന്ന് പെട്ടെന്നുണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് പതിറ്റാണ്ടുകളോളം ആരും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.